വായ്പ എടുത്തവർക്ക് ആശ്വാസമായി റിസർവ് ബാങ്കിൻ്റെ സുപ്രധാനമായ തീരുമാനം വന്നു. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഇതോടെ വീടുകൾക്ക് ലോൺ എടുത്തവർക്കും വാഹനത്തിന് വായ്പ എടുത്തവർക്കുള്ള പലിശ ഭാരം കുറയുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം. ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ റിപ്പോ നിരക്ക് 5.50 കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വായ്പയുടെ പലിശ കുറയും. വിവരങ്ങൾ തീർച്ചയായും എസ് കെ. ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര RBI ഗവർണറുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 0.5% കുറവാണ് റിപ്പോ നിരക്കിൽ വരുത്തുന്നത്. അതായത് ഒരു വലിയ ബമ്പർ ഇളവ് തന്നെ RBI നൽകുന്നു എന്നതാണ് ശ്രദ്ധേയം. 6% നിന്ന് റിപ്പോ നിരക്ക് കുറഞ്ഞ് 5.50% വരുമ്പോൾ ആനുപാതികമായി പലിശ, അതായത് വാഹന വായ്പകളിലൊക്കെ തന്നെ പലിശ ഭാരം കുറയാൻ പോകുന്നു എന്നതാണ് ആശ്വാസകരം. നിലവിൽ ബാങ്കുകൾ യഥാർത്ഥത്തിൽ 7.19% മുതൽ 7.59% വരെയൊക്കെയാണ് സാധാരണ ഈ ഭവന വായ്പകൾക്ക് പലിശ നൽകുന്നത്. അത് 7%ലും താഴേക്ക് വരും എന്നതാണ് ആ തരത്തിൽ വായ്പ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാവുക. RBI ഇങ്ങനൊരു കുറവിലേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് വിലക്കയറ്റം തന്നെയാണ്. വിലക്കയറ്റം വലിയ തോതിൽ രാജ്യത്ത് തുടർച്ചയായി കുറയുന്നു. അത് 4% താഴെ നിർത്തുകയാണ് RBIയുടെ ലക്ഷ്യം. അത് ഏറ്റവും ഒടുവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 3.16%. അത് ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ അത് 3%നും താഴെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിപണിയിലേക്ക് പണം എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് RBI ഈ തരത്തിൽ പലിശ കുറയ്ക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം GDP, നമ്മുടെ രാജ്യത്തിൻ്റെ GDP വളർച്ച അത് 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വ്യവസായ മേഖലയെ, വിപണിയെ ആകെ തന്നെ ഒരു ഉണർവ് വരുത്തേണ്ടത് RBIയുടെ ചുമതലയാണ്. ഇത്തരം ഘടകങ്ങൾ പരിഗണിച്ചാണ് റിപ്പോ നിരക്കിൽ, പലിശ നിരക്കിൽ കുറവ് വരുത്താൻ വേണ്ടി RBI തീരുമാനിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മാന്ദ്യമടക്കമുള്ള ഭീഷണികൾ മുന്നിലുണ്ട്. ട്രംപ് മുന്നിലേക്ക് വെച്ച താരിഫ് നയമടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അത് വലിയ തോതിൽ തന്നെ 0.5% വരെ കുറവ് വരുത്തുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു നീക്കമാണ്. ഒപ്പം തന്നെ ബാങ്കുകൾ ഈ വായ്പ നൽകുന്നതിൽ ഒരു പിന്നോട്ട് നിൽക്കുന്ന ഒരു നയം സമീപകാലത്ത് സ്വീകരിക്കുന്നതായി ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബാങ്കുകൾ ഏറ്റവും ഒടുവിലെ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ വായ്പ നൽകിയും പ്രവർത്തന ചെലവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ കൈവശമുള്ള പണം RBIയിൽ തിരിച്ച് നിക്ഷേപിക്കാറുണ്ട്. അത് 3 ലക്ഷം കോടിയിലധികം എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഒരു കണക്കിൽ ഞാൻ കണ്ടത്. ആ തരത്തിൽ ബാങ്കുകൾ RBIയിൽ നിക്ഷേപിക്കുമ്പോൾ RBI നൽകുന്ന പലിശയുണ്ട്. അതിനാണ് SDF എന്ന് പറയുന്നത്. അത് 5.75%. അതും ഇപ്പോൾ കുറയുന്നു. അത് 5.25 ആവുന്നു. അതോടെ ബാങ്കുകൾക്ക് RBIയിൽ ആ തരത്തിൽ പണം നിക്ഷേപിക്കാനുള്ള ഒരു പ്രോത്സാഹനം ഇനി ലഭിക്കില്ല. അത് നിരുത്സാഹപ്പെടുത്തുന്ന നിലപാട് കൂടി RBI സ്വീകരിക്കുമ്പോൾ അതും വായ്പയായി തന്നെ മാറും. അങ്ങനെ ആളുകൾക്ക് കൂടുതൽ വായ്പ ലഭിക്കും, അതിൻ്റെ പലിശ നിരക്ക് കുറയും എന്നതാണ് ഈ തീരുമാനത്തിന് പ്രാധാന്യം ലഭിക്കുന്നത്. SK. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോ നിരക്ക് 0.5% കുറച്ച് സ്ഥിതിക്ക് നിങ്ങളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നാൽ നിങ്ങൾ തന്നെ നേരിട്ട് ബാങ്കിൽ അന്വേഷിക്കണം. ചില ബാങ്കുകളൊക്കെ ഈ പലിശ നിരക്ക് കുറച്ചാലും ഇതിൻ്റെ ഗുണഭോക്താക്കളെ അറിയിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഇല്ലാതാകും. ഈ മാർക്കറ്റിൽ കൂടുതൽ ലോൺ ഉണ്ടാകാനും മാർക്കറ്റിലേക്ക് കൂടുതൽ, വിപണിയിലേക്ക് കൂടുതൽ പണം വരാനും RBI ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ് ഈ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. അതിൻ്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് കിട്ടണം. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സൊക്കെ ഒരുപാട് ലോൺ ഈ വണ്ടിക്കും അതുപോലെ വീടിനും വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് ബാങ്കിൽ അന്വേഷിക്കണം എൻ്റെ പലിശ നിരക്ക് കുറഞ്ഞോ എന്നുള്ള കാര്യം. ഇങ്ങനെ പലിശ നിരക്ക് കുറഞ്ഞാൽ എൻ്റെ അന്വേഷണത്തിൽ പല ബാങ്കുകളും SMS വഴി അറിയിക്കാറില്ല. ബാങ്കിൻ്റെ മുമ്പിൽ അവർ നോട്ടീസ് എഴുതിയിടും. ഇപ്പോൾ ബാങ്കിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് മൊബൈൽ ഫോൺ വഴി ഡീൽ ചെയ്യാവുന്ന കാലമായതുകൊണ്ടും ATM കൗണ്ടർ വഴിയൊക്കെ ഡീൽ ചെയ്യാവുന്ന കാര്യമായതുകൊണ്ടും പലരും ബാങ്കിൽ പോകുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ നോട്ടീസ് ആരും അറിയാറില്ല. അതുകൊണ്ട് നിങ്ങൾ ബാങ്കിൽ വിളിച്ച് ചോദിക്കണം നിങ്ങളുടെ പലിശ നിരക്കിൻ്റെ ഡീറ്റെയിൽസ്.